ഹലോ. സോ മോക്ക് ടെസ്റ്റ് പേപ്പേഴ്സ് 2യുടെ MCQ ഡിസ്കഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സോ മോക്ക് ടെസ്റ്റ് പേപ്പർ 1 നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. അതേപോലെ തന്നെ ഇവിടെയും നമുക്കുള്ളത് ആദ്യൊരു കേസ് സിനാരിയോ ഉണ്ട്, അതിനെ ബേസ് ചെയ്ത് 3 ക്വസ്റ്റ്യൻ ഉണ്ട് 6 മാർക്ക്. രണ്ടാമതൊരു കേസ് സിനാരിയോ ഉണ്ട്, അതിനെ ബേസ് ചെയ്തിട്ടും 3 ക്വസ്റ്റ്യൻ ഉണ്ട് 6 മാർക്ക്. സോ 12, പിന്നെ മൂന്നാമതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, സോ 14. ദെൻ ഒരു മാർക്കിന്റെ ഒരു നാലാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ മൊത്തം 15 മാർക്സ് അല്ലേ. 15 മാർക്സിന്റെ MCQ ക്വസ്റ്റ്യൻസ് ആയിരിക്കും DTക്ക് ഉണ്ടാവുക. മോക്ക് 1 ഇങ്ങനെ തന്നെ ആയിരുന്നു. അപ്പോൾ ഇത് മോക്ക് ടെസ്റ്റ് പേപ്പർ 2ന്റെ MCQ ഡിസ്കഷൻ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിന്റെ MCQ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്, അതിന്റെ ആൻസർ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ നമ്പർ 1 ചാന്ദിനി 45 ഇയേഴ്സ് എന്ന് പറയുന്നു, ഗ്രോസ് റിസിപ്റ്റ് ആണ് എന്ന് പറയുന്നു, എൻഗേജ് ഇൻ ഏജൻസി ബിസിനസ് അലോങ് വിത്ത് പ്രൊവൈഡിംഗ് സർവീസ് ആസ് ടാരറ്റ് കാർഡ് റീഡർ എന്ന് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ഷി പെയ്ഡ് എമൗണ്ട് ഓഫ് 1,20,000 ടു എ കോൺട്രാക്ടർ ഫോർ പോളിഷിംഗ് ഓൾഡ് ഫർണിച്ചർ. അങ്ങനത്തെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി വിറ്റിട്ടുണ്ട്. സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂയുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ സ്കാമ്പിൾ ഗെയിൻ്റെ ഒരു ആപ്ലിക്കേഷൻസ് അവിടെ പറയുന്നുണ്ട്. ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസ് പറയുന്നുണ്ട്. ഡ്യൂറിംഗ് ദ ഇയർ ലോസ് എൻട്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അഗ്രികൾച്ചർ കമ്മ്യൂട്ട് ഡെറിവേറ്റീവ്സ് ചെയ്തപ്പോൾ CTT ഒന്നും പേ ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറയുന്നുണ്ട്. സോ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് വരാം. ക്വസ്റ്റ്യനിൽ നമുക്ക് അത്ര ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് പിന്നോട്ട് പോകുന്നത്. ജസ്റ്റ് ഒരു വൺ റീഡിങ് നടത്തിയതിനു ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അതിനാവശ്യമുള്ള കാര്യങ്ങൾ വീണ്ടും കേസ് സിനാരിയോ ഒന്ന് എടുക്കുക എന്നുള്ളതാണ്. വീണ്ടും കേസ് സിനാരിയോ വായിച്ചിട്ട് സമയം കളയരുത്. ജസ്റ്റ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കുക, ഒരു ഓടിച്ച് വിടുക, ദെൻ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് തിരിച്ചു പോവുക. ഇതായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. സോ ബേസ്ഡ് ഓൺ ദ above information, choose the most appropriate answer of the following MCQ. First one, what is the total amount of tax to be deducted by Miss Chandini for financial year 2024-25? Okay, Chandini TDS എത്ര പിടിക്കണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിനെ കുറിച്ച് വല്ലതും പറയുന്നുണ്ടോ? ഗ്രോസ് റിസിപ്റ്റ് ഫോർ ദ ഫൈനാൻഷ്യൽ ഇയർ 23-24 തന്നിട്ടുണ്ട്, 24-25 തന്നിട്ടുണ്ട്. 23-24 1,21,00,000 റെസിപ്റ്റ് ഫ്രം പ്രൊഫഷൻ 43 lakhs, റെസിപ്റ്റ് ഫ്രം ബിസിനസ് 78 lakhs അല്ലെ. രണ്ടും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ആ വർഷം അവർക്ക് ടാക്സ് ഓഡിറ്റ് ഉണ്ടാവണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം അയാൾ TDS പിടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഷി പെയ്ഡ് an amount of 1,20,000 to contractor for polishing her old furniture. പ്രീവിയസ് ഇയറിൽ ടാക്സ് ഓഡിറ്റ് ഉണ്ടെങ്കിലേ ഇപ്പൊ വരുവുള്ളൂ. ഇനി ഇൻ കേസ് ഉണ്ടെങ്കിൽ പോലും ഷി പെയ്ഡ് an amount, അത് നമുക്ക് കൃത്യമായിട്ട് ഇവിടെ പറയാൻ പറ്റില്ല. ഈ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് മാത്രമേ നമുക്കത് പറയാൻ പറ്റൂ. ഇല്ല ഇല്ലേ, പ്രിസംപ്റ്റീവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാക്സ് ഓഡിറ്റിന്റെ ആപ്ലിക്കബിലിറ്റി വരില്ല. ഇനി രണ്ടാമത്തെ ഒരു പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? 1,20,000 കോൺട്രാക്ട് ഫോർ പോളിഷിംഗ് ഹെർ ഓൾഡ് ഫർണിച്ചർ എന്നാണ്. അതൊരു ബിസിനസ് നേച്ചറിലുള്ള പേയ്മെന്റ് അല്ല. അപ്പൊ ആ രീതിയിലും ഇവിടെ TDS വരേണ്ട ആവശ്യമില്ല. ഇന്റീരിയർ ഡിസൈനർ സെൽഫ് ഓക്കുപൈഡ് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ബിസിനസ് നേച്ചർ അല്ല. അവിടെയും ശരിക്കും ഒരു TDSന്റെ ആപ്ലിക്കബിലിറ്റി വരണമെന്നില്ല. അപ്പോൾ ഈ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു കേസുകളിൽ അവർക്ക് എന്ത് വരില്ല, TDSന്റെ ആപ്ലിക്കബിലിറ്റി വരില്ല എന്നുള്ളതാണ്. ദെൻ ഫർദർ ഓൺ 28/5/24 ഷീ സോൾഡ് വൺ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി 50 lakhs. ദ വാല്യൂ അഡോപ്റ്റഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ 52 lakhs. ഓക്കെ. സോ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് TDSന്റെ ആപ്ലിക്കബിലിറ്റി വരുമോ എന്ന് നോക്കുന്നത്. ഇവിടെ TDSന്റെ ആപ്ലിക്കബിലിറ്റി വരും, നോട്ട് ഫോർ ദ സെല്ലർ, ബയർക്കാണ് വരിക. അപ്പൊ ഇവിടെ ചാന്ദിനി എന്താണ്? ഷി സോൾഡ് ആണ് അല്ലെ, സെല്ലർ ആണ്. സെല്ലർക്ക് TDSന്റെ ആപ്ലിക്കബിലിറ്റി വരൂ? ഇല്ല. സെല്ലർക്ക് TDSന്റെ ആപ്ലിക്കബിലിറ്റി വരത്തില്ല. അപ്പോ ബൈ കൺസിഡറിങ് ദിസ് നമുക്ക് അറിയാം ഓപ്ഷൻ C വിൽ ബി ദ കറക്റ്റ് ആൻസർ, ബിക്കോസ് ദർ ഈസ് നോ റിക്വയർമെന്റ് ഓഫ് ഡിഡക്ടിങ് TDS ഫ്രം ഹെർ പാർട്ട് എന്നുള്ളതാണ്. വാട്ട് ഇസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ടാക്സ് ടു ബി ഡിഡക്റ്റഡ് ബൈ മിസ് ചാന്ദിനി? ഇപ്പോൾ ബാക്കിയുള്ള ഓപ്ഷനിലോട്ട് പോകേണ്ട ആവശ്യമില്ല. ഓപ്ഷൻ C നിൽ ഈസ് ദ കറക്റ്റ് ആൻസർ, ബിക്കോസ് ഹൗസ് പ്രോപ്പർട്ടിയുടെ കേസിൽ, ക്യാപിറ്റൽ ഗെയിന്റെ കേസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസും ബയർ ആണ് TDS പിടിക്കേണ്ടത്, സെല്ലർ അല്ല. ദെൻ അതർ കേസുകളിൽ ഒരു ക്ലാരിറ്റി കുറവ് അവിടെ ഉണ്ട്. സോ ദെൻ ഇനിയിപ്പോൾ അവിടെ ടാക്സ് ഓഡിറ്റ് പ്രീവിയസ് ഇയറിൽ ഉണ്ടെങ്കിൽ പോലും ഇത്തവണ പേ ചെയ്ത പേയ്മെന്റുകൾ ഒന്നും ബിസിനസ് ആവശ്യങ്ങൾക്കുള്ളതല്ല. അതുകൊണ്ട് എന്തുണ്ട്, TDSന്റെ ആവശ്യം അവിടെയും വരുന്നില്ല. സോ ഓപ്ഷൻ C ഇസ് ദ കറക്റ്റ് ആൻസർ അല്ലെ. ആൻസർ അങ്ങനെ തന്നെയല്ല. ഓപ്ഷൻ C ഇസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ നമ്പർ 1. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2, വാട്ട് ഈസ് ദ എമൗണ്ട് ആൻഡ് നേച്ചർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടാക്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് മിസ് ചാന്ദിനി? വാട്ട് ഈസ് ദ എമൗണ്ട് ആൻഡ് നേച്ചർ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ചാർജബിൾ ടാക്സ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് മിസ് ചാന്ദിനി ആണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് അവിടുത്തെ കമ്പ്യൂട്ടേഷൻ നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ക്യാപിറ്റൽ ഗെയിന്റെ കമ്പ്യൂട്ടേഷൻ ആണ്. സോ ഫസ്റ്റ് കേസ് TDS ടു ബി ഡിഡക്റ്റഡ് നില്ലാണ്. നോ ബിസിനസ് പേയ്മെന്റ് ഡ്യൂറിംഗ് ദ ഇയർ, no tax audit during the previous year. നമുക്ക് അങ്ങനെ അസ്യൂം ചെയ്യാം. In the case of immovable property, buyer has to deduct TDS, not the seller. Due to this reason നില്ലാണ് അവിടുത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ക്യാപിറ്റൽ ഗെയിൻ ആണ്. ക്യാപിറ്റൽ ഗെയിൻ നമ്മൾ നോക്കുമ്പോൾ ഗ്രേറ്റർ ദാൻ 24 months അല്ലേ.
ആണ്. ഗ്രേറ്റർ ദാൻ 20 ക്വസ്റ്റ്യനിൽ പറയുന്ന ക്യാപിറ്റൽ അസറ്റിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഷി സോൾഡ് വൺ കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടി ദ വാല്യൂ അഡോപ്റ്റഡ് പറഞ്ഞിട്ടുണ്ട് ബട്ട് പർച്ചേസ്ഡ് ഓൺ 28/4/2017. സോ 28/4/2018, 28/4/2019 ആവുമ്പോൾ തന്നെ 24 months ആയി. സോ ഇറ്റ് ഈസ് എ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആകുമ്പോൾ അവിടെ ഇൻഡെക്സേഷൻസ് കാര്യങ്ങളൊക്കെ വരും. ഇതിൽ ഇവിടെ കൺസിഡറേഷൻ എടുക്കണോ സ്റ്റാമ്പ് ഡ്യൂട്ടി എടുക്കണോ എന്നുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സ്റ്റാമ്പ് ഡ്യൂട്ടി 52 ആണ്, കൺസിഡറേഷൻ 50 ആണ്. 110% ഉള്ളിലാണ് അല്ലെ, 55 ഉള്ളിലാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് തന്നെ എടുത്താൽ മതി, കൺസിഡറേഷൻ തന്നെ എടുത്താൽ മതി. ഇറ്റ് വാസ് പർച്ചേസ്ഡ് ഫോർ 40 lakhs ഓൺ 28/4/2017. അപ്പോൾ ഇൻഡെക്സേഷൻ കിട്ടും. സോ നമുക്ക് എന്ത് ചെയ്യാം, ഇൻഡെക്സേഷൻ ഇവിടെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. വേറെ എന്തെങ്കിലും ഇതിന് ആവശ്യമുണ്ടോ ക്യാപിറ്റൽ കമ്പ്യൂട്ട് ചെയ്യാൻ വേണ്ട. സോ ഗ്രേറ്റർ ദാൻ 24 months ആണ്, അതുകൊണ്ട് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. കൺസിഡറേഷൻ ആണോ സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ ആണോ എടുക്കേണ്ടത്, കൺസിഡറേഷൻ എടുത്താൽ മതി. ഡിഫറൻസ് ഈസ് നോട്ട് മോർ ദാൻ 110%. 110% ആണെങ്കിൽ മാത്രം നമ്മൾ എന്തെടുത്താൽ മതി, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എടുത്താൽ മതി. ഇൻഡെക്സേഷൻ അവൈലബിൾ ആണോ, യെസ്, ബിക്കോസ് ട്രാൻസാക്ഷൻ ടേക്കൺ ബിഫോർ 23/7/2024. നമ്മുടെ അമെന്റ്മെന്റ് 23/7/2024 ശേഷമുള്ളതാണ് അല്ലെ, ഓൺ ആഫ്റ്റർ. അപ്പൊ ഇത് ബിഫോർ 23/7/2024 ആണെങ്കിൽ ഇറ്റ്സ് വെരി വെൽ വി ആർ എലിജിബിൾ ഫോർ ടേക്കിൻ ദ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ്. സോ കൺസിഡറേഷൻ 50 ലക്ഷം എടുക്കാം. ഇൻഡെക്സഡ് കോസ്റ്റ് ഓഫ് അക്വസിഷൻ എന്ന് പറയുന്നത് 40 lakhs ഇൻറ്റു ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് തന്നിട്ടുണ്ട്. 363 / 272, 53, 38, 235. സോ ലോസ് ആണ് വരുന്നത് 3,38,235. 3,38,235. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? ഓപ്ഷൻ 3,38,235 ആൻഡ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ്. ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി എന്നല്ലേ, ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് ആൻസർ. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 313. What is the amount of losses which can be carried forward to assessment year 2026-27 if Ms. Chandni filed a return of income on 30/11/2025, assuming there is a business loss 10 lakh and income from profession 15 lakhs? അല്ലെ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇവിടെ ടാക്സ് ഓഡിറ്റ് ഒന്നും വരുന്നില്ല. അപ്പോ ഇവിടെ അയാളുടെ ഡ്യൂ ഡേറ്റ് എന്നായിരിക്കും, 13th September ആയിരിക്കും അല്ലെ, ജൂലൈ ആയിരിക്കും, അല്ലെ 31st July ആയിരിക്കും ഈ ഇൻഡിവിജ്വലിന്റെ ഡ്യൂ ഡേറ്റ് വരുന്നത്. ഇവിടെ 13th November അയാൾ ഫയൽ ചെയ്തിട്ടുള്ളത്. ഇവിടെ ട്രാൻസ്ഫർ പ്രൈസിങ്ങിന്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട് ഫയൽ ചെയ്യുമ്പോൾ ബിലേറ്റഡ് റിട്ടേൺ ആണ്. ബിലേറ്റഡ് റിട്ടേൺ ആകുമ്പോൾ ഈ രണ്ട് ലോസും എന്തായാലും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല. ഏതൊക്കെയാണ്? ബിസിനസ് ലോസും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റില്ല, പ്രൊഫഷണൽ നിന്നുള്ള 15 lakhs ലോസസും ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റൂല എന്നുള്ളത് വളരെ ക്ലിയർ ആണ്. സോ ഓപ്ഷൻ ബി നിൽ. Option B, nil, is the correct answer because he's filed the belated return. Like he's filed the belated. Since he's filed the belated return, the losses cannot be carried forward എന്നുള്ളതാണ്. So option B തന്നെയാണോ correct answer? Option B correct answer. Option B ആണ്. Clear? So easy ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷെ പല ഇൻഫർമേഷൻസും ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമില്ലാത്ത ഇൻഫർമേഷൻസ് ആണ്. അപ്പോൾ ഒരുപാട് നേരം അത് വായിച്ചുകൊണ്ടിരിക്കരുത്. ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കേസ് സിനാരിയോ ഒന്ന് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 2 എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 2 പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം സ്കെയിൽ സാലറീഡ് ആണ്. അപ്പോൾ സാലറി ബേസ് ചെയ്തിട്ടുള്ള പെർക്വിസിറ്റ്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ തന്നിട്ടുള്ളത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആദ്യം ചോദിച്ചിട്ടുള്ളത്. റെന്റ് ഫ്രീ അക്കോമഡേഷൻ ആണ് ഫസ്റ്റ് ആയിട്ട് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന്, എക്സിക്യൂട്ടീവ് ഓഫീസർ ഇന്ത്യ ലിമിറ്റഡ് മുംബൈ 1/2/2024 അയാളുടെ ജോയിനിങ് ഡേറ്റ്. എന്നിട്ട് സാലറി സ്കെയിൽ തന്നിട്ടുണ്ട് 35,3,800-65,000. ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ 35,000 ആണ് അയാളുടെ സ്റ്റാർട്ടിംഗ് സാലറി. 1 year കഴിഞ്ഞാൽ അത് 35,000 പ്ലസ് 3,500 38,500 ആവും. ഓരോ വർഷവും 3,500 ആയിരിക്കും അയാൾക്ക് കിട്ടുന്ന ഇൻക്രിമെന്റ്. ദെൻ 65,000 ആണ് ഈ ഒരു പൊസിഷനിൽ അയാളുടെ മാക്സിമം സാലറി. ഇതാണ് അതിന്റെ മീനിങ്. DA പറഞ്ഞിട്ടുണ്ട് റിട്ടേൺ ബെനിഫിറ്റ് പാർട്ടാണ്, ഇപ്പോൾ സാലറിയുടെ ബേസ് ആവും എന്ന് പറയുന്നുണ്ട്. ഇസ് ഗിവൺ റെന്റ് ഫ്രീ അൺഫർണിഷ്ഡ് അക്കോമഡേഷൻ 1/5/2024 വിച്ച് ഹി ഒക്യുപ്പൈഡ് ഓൺലി ഫ്രം 1/10/24. സോ ഒക്യുപ്പേഷൻ എടുത്തത് മുതലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പെർക്വിസിറ്റ് വാല്യൂ ചെയ്യുള്ളൂ. സോ 1/5 മുതലല്ല 1/10 മുതലാണ് നമ്മൾ പെർക്വിസിറ്റിന്റെ വാല്യുവേഷൻ കണ്ടുപിടിക്കേണ്ടത്. ദി കമ്പനി പേസ് ലീസ് റെന്റ് 5,000 പെർ മന്ത്. കമ്പനി പേയ്മെന്റ് നടത്തുന്നുണ്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് അത്രയും മതി എന്ന് തോന്നുന്നു അല്ലെ. വാല്യൂ ഓഫ് റെന്റ് ഫ്രീ അക്കോമഡേഷൻ ചാർജബിൾ ടാക്സ് ഇൻ ദി ആൻസർ ഓഫ് മിസ്റ്റർ ഹാഷ് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിൽ
അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് അക്കോമഡേഷൻ വാല്യൂ ഫ്രണ്ട് ഫ്രീ അക്കോമഡേഷൻ ടേക്കൺ ഓൺ ലീസ് ആണ്. അപ്പൊ അത് നമുക്ക് അറിയണം. അതിന്റെ കമ്പ്യൂട്ടേഷൻ വരുന്നത് ആക്ച്വൽ റീസ് റെന്റ് പെയ്ഡ് ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ് ആണ്. 10% സാലറി ഓർ ആക്ച്വൽ റീസ് റെന്റ് പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ സാലറി അക്കോമഡേഷൻ ടേക്കൺ ഓൺലി ഫ്രം 11024 ആണ്. അപ്പൊ 11024 ശേഷമുള്ള ഇത് യൂസ് ചെയ്ത സമയത്തുള്ള സാലറിയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ സാലറി ഒക്ടോബർ ടു മാർച്ചാണ് എടുക്കേണ്ടത്. അപ്പൊ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫെബിലും മാർച്ചിലും പുതിയ സാലറിയാണ്, ഇൻക്രിമെന്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള സാലറിയാണ്. അതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം എന്നുള്ളതാണ്. സോ സാലറി ഫ്രം ഒക്ടോബർ ടു ജാൻ 35,000 ഇൻറ്റു 4 months 1,40,000 കിട്ടും. ദെൻ സാലറി ഫെബ് ആൻഡ് മാർച്ച് 38,500 ആണ് അല്ലെ. അപ്പൊ ഇവിടെ നോക്കണം 35,000 പ്ലസ് 3,500. സോ 38,500 ഇൻറ്റു 2 77,000 ടോട്ടൽ 2,17,000 ആണ് ആ ഒരു പീരീഡിലുള്ള സാലറി, അതായത് അക്കോമഡേഷൻ എടുത്തത് മുതലുള്ള സാലറി. അത് തന്നെയാണ് നമ്മൾ കൺസിഡറേഷൻ എടുക്കേണ്ടത്. ദെൻ DA ഫോം പാർട്ട് ഓഫ് റിട്ടേൺ ബെനിഫിറ്റ് 40% ആണ്. സോ ദാറ്റ് ഈസ് 86,500 സാലറിയുടെ 40%. സോ സാലറി ഫോർ പെർക്വിസിറ്റ് വാല്യൂഷൻ 3,00,000 3,800 ആണ്. 10% ഓഫ് സാലറി എന്ന് പറയുമ്പോൾ 30,380 ആണ്. ആക്ച്വൽ ലീസ് റെന്റ് പേ ചെയ്ത് ഡ്യൂറിംഗ് ദാറ്റ് പീരീഡ് 6 months ആണല്ലോ അല്ലെ. 5,000 ഇൻറ്റു 6 30,000 whichever is less is the value of rent free accommodation എന്നുള്ള പെർക്വിസിറ്റ് വാല്യൂ. സോ 30,000 ആയിരിക്കും. 30,000 ഓപ്ഷനിലുണ്ടല്ലോ ഉണ്ട്. ഓക്കെ, സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. രണ്ടിന്റെ ആൻസർ ഓപ്ഷൻ ഡി എന്നല്ലേ ആണ്. 1D ആണ് കറക്റ്റ് ആൻസർ. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണോ? സോ ഇവിടെ ശ്രദ്ധിക്കണം, കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് അതിൽ അല്ലെ. കുറച്ച് ട്വിസ്റ്റുകൾ അതിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. ഒന്ന്, ഈ ഒരു പ്രൊവിഷൻ നമ്മൾ ഓർക്കണം, ലോവർ ഓഫ് ലീസ് എമൗണ്ട് ഓർ 10% ഓഫ് സാലറി എന്നുള്ളതാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത്. 10% സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എവിടുന്നേ എടുക്കാവൂ, അക്കോമഡേഷൻ യൂസ് ചെയ്തത് മുതലേ എടുക്കാവൂ. ദെൻ സാലറിയുടെ സ്കെയിൽ 35,000 3,500 65,000 ആ ഒരു സംഭവം എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്കിത് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഫെബ്രുവരിയിൽ സാലറിയിൽ ഒരു റിവിഷൻ വരുന്നുണ്ട്, ഒരു ഇൻക്രിമെന്റ് വരുന്നുണ്ട്, അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. എന്നാലേ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 2-1. 2-2 എന്താണ്? Mr. Harsh would be eligible for deduction in respect of health insurance premium paid during the previous year. So health insurance നെ കുറിച്ച് എന്താണ് നമ്മുടെ ഈ പാരഗ്രാഫ് പറയുന്നത്? സോ റെന്റ് ഫ്രീ അക്കോമഡേഷൻ കഴിഞ്ഞു. he has been provided a car. അപ്പോൾ കാറിന്റെ കേസാണ് ആ ഒരു ഇതിൽ പറയുന്നത്. അടുത്തത്, ഈ പേസ് ലംസം പ്രീമിയം 1,50,000 towards health insurance for self and his wife for 48 months on 1/10/2024 by account pay check. He also contribute 1,50,000 towards PPF. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹെൽത്ത് ഇൻഷുറൻസിന്റെ മാത്രമാണ് അല്ലെ. അപ്പൊ നമ്മൾ PPF എടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, ഹെൽത്ത് ഇൻഷുറൻസിന്റെ മാത്രമാണ്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ലംസം പ്രീമിയം ആണ്. ലംസം പ്രീമിയം ആവുമ്പോൾ 48 months ആണ്. അപ്പൊ നമ്മൾ അവിടെ ഡേറ്റ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യണോ? വേണ്ട, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഫ്രാക്ഷൻ ആണ് നമ്മൾ പോയിന്റ് എടുക്കേണ്ടത് അല്ലെ, എത്ര വർഷമാണ്. അപ്പൊ അതിന്റെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ്. സോ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം ഡിഡക്ഷൻ ലംസം എമൗണ്ട് പെയ്ഡ് 150 ആണ്. എത്ര പ്രീവിയസ് ഇയർ ആണ് ഇത് കവേർഡ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ നോക്കണ്ടേ, അല്ലാതെ മന്ത്സ് അല്ല. ഇപ്പോൾ 110 അടിച്ചാൽ ഈ മാസം 6 months ഉള്ളൂ. 6/48 എടുക്കരുത്, അത് തെറ്റും, ആൻസർ തെറ്റും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കേണ്ടത് എത്ര പ്രീവിയസ് ഇയറിൽ ഇത് കവർ ചെയ്യുന്നു. അങ്ങനെ നോക്കുമ്പോൾ 24-25 25-26 26-27 അല്ലെ. 48 months, അപ്പൊ 2 വർഷം അങ്ങനെയല്ല. ഇവിടെ നമ്മൾ എത്ര പ്രീവിയസ് ഇയറിൽ ഇത് കവർ ചെയ്തിട്ടുണ്ടെന്നാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് 3 പ്രീവിയസ് ഇയറിലായിട്ടാണ് ഈ 48 months കംപ്ലീറ്റ്. എത്ര മാസമാണ് പറയുന്നത്? 48 months ആണ്. 48 months ആണെങ്കിൽ പോലും അത് 3 പ്രീവിയസ് ഇയറിലായിട്ടാണ് അത് കവർ ചെയ്യുന്നത്. അപ്പൊ ഏതൊക്കെ വർഷമാണ്? 24-25 25-26 26-27. അപ്പൊ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ ടോട്ടൽ എമൗണ്ട് പേ ചെയ്ത് 150 ഡിവൈഡ് ബൈ 3 50,000 ആണ് എന്ത് വരിക, ഈ വർഷത്തോട്ടുള്ളതായിട്ട് നമുക്ക് അപ്പോർഷൻ ചെയ്യാൻ പറ്റുക. അപ്പൊ അവിടെ ശ്രദ്ധിക്കണം, സീനിയർ സിറ്റിസൺ അല്ല. അപ്പോൾ 80D മാക്സിമം നോക്കുക. സീനിയർ സിറ്റിസൺ അല്ലെങ്കിൽ ആ ഒരു ലെഗിൽ എത്ര കിട്ടുള്ളൂ? 25,000 ആണ് ലിമിറ്റ്. സോ ഇവിടെ ഡിഡക്ഷൻ എത്രയായിട്ട് ലിമിറ്റ് ചെയ്യണം? മാക്സിമം ലിമിറ്റ് 25,000. സോ 25,000 ഓപ്ഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ ഓപ്ഷൻ സി. അപ്പോൾ രണ്ടിന്റെ ഓപ്ഷൻ സി എന്നല്ലേ? രണ്ടിന്റെ ഓപ്ഷൻ സി ആണ്. സോ ഓപ്ഷൻ സി വരുന്നത് അങ്ങനെയാണ്. സോ ആ ഫ്രാക്ഷന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ ഒരിക്കലും മന്ത് വെച്ച് ഡിവൈഡ് ചെയ്യരുത്. ഏതൊക്കെ പ്രീവിയസ് ഇയറിലാണ് അത് കവർ ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് വേണം അതിന്റെ കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്.
ക്ലിയർ ആണോ? ഇനി ഓപ്ഷൻ 3 എന്താണ്? സോറി, ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താണ്? പെർക്വിസിറ്റ് വാല്യൂ ഓഫ് കാർ ചാർജബിൾ ടാക്സ് ഇൻ ദി ആൻസർ ഓഫ് മിസ്റ്റർ ഹാഷ് വുഡ് ബി. പെർക്വിസിറ്റ് വാല്യൂ ഓഫ് കാർ അല്ലെ, കാറിന്റെ കേസിൽ ഇവിടെ സംഭവിച്ചിട്ടിരിക്കുന്നത് എന്താണ്? കാറിന്റെ കേസ് എന്താ ഇവിടെ പറയുന്നത്? ഹി ഹാസ് ബീൻ പ്രൊവൈഡഡ് എ കാർ 2000 cc ആണ്, യൂസ്ഡ് ബൈ ഹിം ഫോർ പ്രൈവറ്റ് പർപ്പസ് ഓൺലി ഫോർ പ്രൈവറ്റ് പർപ്പസ്, നോട്ട് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ കാർ തന്നിട്ടുണ്ട് 8 ലക്ഷമാണ്. മന്ത്ലി എക്സ്പെൻഡിച്ചർ ഓഫ് കാർ 5000 വിച്ച് ഈസ് ഫുള്ളി മെറ്റ് ബൈ എംപ്ലോയർ. സോ ഇത്രയാണ് ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നോക്കാം, കാർ എന്താണ്? കാറ് എംപ്ലോയറുടെ ആണ്. കാറിന്റെ ഓണർ ആരാ? എംപ്ലോയർ ആണ്. യൂസ്ഡ് ഓൺലി ഫോർ പേഴ്സണൽ പർപ്പസ് ഓഫ് എംപ്ലോയി, നോട്ട് ഫോർ ദ ഒഫീഷ്യൽ പർപ്പസ്. എക്സ്പെൻഡിച്ചർ മെറ്റ് ബൈ എംപ്ലോയർ. അപ്പോൾ അവിടുത്തെ സംഭവം എന്ന് പറയുന്നത് വാല്യൂ പെർക്വിസിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ് ആക്ച്വൽ കോസ്റ്റ് പ്ലസ് എംപ്ലോയർ എന്തെങ്കിലും എക്സ്ട്രാ ചെലവാക്കുന്നുണ്ടെങ്കിൽ അത്. അപ്പൊ ഇവിടെ ആക്ച്വൽ കോസ്റ്റ് തന്നിട്ടുണ്ട് 8 lakhs ആണ്. അപ്പൊ 8 lakhsന്റെ 10% പ്ലസ് ഇയാൾ 5000 ഓരോ മാസവും ഇതിനു വേണ്ടി ചെലവാക്കുന്നുണ്ട്. ഈ രണ്ടും പെർക്വിസിറ്റിൽ വരുന്നതാണ്. സോ 8 lakh into 10% പ്ലസ് 5000 into 12, 1,40,000 ആണ് എന്ത് പെർക്വിസിറ്റ് വാല്യൂഷൻ. ശ്രദ്ധിക്കുക, ഫുള്ളി പേഴ്സണൽ യൂസ് ആണ്. ഫുള്ളി പേഴ്സണൽ യൂസ് ആകുമ്പോൾ വിയർ ആൻഡ് ടിയർ ആയിട്ട് നമുക്ക് അത് എന്തായാലും എടുക്കണം. കോസ്റ്റിന് 10% ഇയാൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാണത്. അങ്ങനെ തന്നെയാണ് പ്രൊവിഷൻ പറയുന്നത്. 2 എക്സ്ട്രാ വീണ്ടും 5000 പെർ മന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതും എന്താണ്? പെർക്വിസിറ്റ്സ് ആണ്. സോ ടോട്ടൽ എമൗണ്ടും പെർക്വിസിറ്റ്സ് ആണ്. സോ 1,40,000 എന്നുള്ളൊരു ഓപ്ഷൻ ഇതിലുണ്ടോ? 1,40,000 ഉണ്ട്. ഓപ്ഷൻ ഡി. 3ന്റെ ആൻസർ ഓപ്ഷൻ ഡി അല്ലേ? യാ, 3ന്റെ ആൻസർ ഓപ്ഷൻ 2 3D തന്നെയാണ്. സോ ഇത്രയാണ് ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ആൻസേഴ്സ് വരുന്നത് എന്നുള്ളതാണ്. വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെർക്വിസിറ്റ്സ് ആയതുകൊണ്ടും സാലറി ആയതുകൊണ്ടും ഓർത്ത് വെക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കവർ ചെയ്യും. സോ MTP2 ക്വസ്റ്റ്യൻ നമ്പർ 3 എന്താ പറയുന്നത്? വാട്ട് വുഡ് ബി ഹെർ ടോട്ടൽ ഇൻകം ഫോർ ദ അസസ്മെന്റ് ഇയർ 25-26 അസ്യൂമിംഗ് ദാറ്റ് ഷി വിഷസ് ടു മേക്ക് മാക്സിമം ടാക്സ് സേവിങ്സ് വിതൗട്ട് ഗെറ്റിംഗ് ഹിസ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ്. വിതൗട്ട് ഗെറ്റിംഗ് ഹെർ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 44 ADA ആയിരിക്കും അല്ലെ. റിദിമ ഏജ് 32 years ആണ്, ഇന്റീരിയർ ഡെക്കറേറ്റർ ആണ്. അപ്പോൾ 44 ADA ആണ് ആപ്ലിക്കബിൾ ആവുക. പ്രൊഫഷണൽ റെസിപ്റ്റ് 25,60,000 ആണ് ഫോർ ദ പ്രീവിയസ് ഇയർ 24-25. ഷി ആൾസോ ഏൺ 1,25,000 ആസ് ഡിവിഡൻഡ് അല്ലേ. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സ് ഉണ്ട്. 4,65,000 ആസ് ഇൻട്രസ്റ്റ് ഇൻകം ഓൺ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്. ഷി ഇൻകർഡ് എക്സ്പെൻസസ് ഓഫ് 13 lakhs ഫോർ ഹെർ പ്രൊഫഷൻ ആൻഡ് 30,000 as interest on loan for making investment in shares on which she receives dividend. എന്തായിരിക്കും ടോട്ടൽ ഇൻകം? ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഓഡിറ്റ് ചെയ്യാൻ താല്പര്യമില്ല എന്നുള്ളതാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? PGBP ആണ്. പ്രൊഫഷണൽ റെസിപ്റ്റ് നമ്മൾ 50% അപ്ലൈ ചെയ്യുക. 44 25,60,000 ആകുമ്പോൾ 12,80,000 അതായിരിക്കും അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം. PGBPയുടെ ഇൻകം അതായിരിക്കും. ഇനി നോക്കേണ്ടത് IFOs ആണ്. ഡിവിഡൻഡ് 1,25,000 ആണ്. അതിന് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം. ആക്ച്വൽ എക്സ്പെൻസ് എത്രയാണ്? 30,000 ആണ്. പക്ഷേ അവിടെ ഇൻട്രസ്റ്റ് ഇൻകം അല്ലെ, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഇൻകം, അതിനുവേണ്ടി നമ്മൾ ലോൺ എടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവിടെ മാക്സിമം നമുക്ക് ഡിവിഡൻഡ് ഇൻകത്തിൽ നിന്നും എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് 20% ഓഫ് സച്ച് എക്സ്പെൻസ് ആണ്, സച്ച് ഇൻകം ആണ്. അപ്പോൾ 1,25,000 into 20%. അപ്പോൾ ഇൻകം ഫ്രം അതർ സോഴ്സിൽ ആ ഒരു പ്രൊവിഷൻ ഉണ്ട്. ഡിഡക്ഷൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും മാക്സിമം 20% ഡിവിഡൻഡ് ഇൻകത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഇൻകം എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ 25,000 ഉണ്ട്, ആക്ച്വൽ എക്സ്പെൻഡിച്ചർ 30,000 ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് എടുക്കാൻ പറ്റുള്ളൂ? 25,000 എടുക്കാൻ പറ്റുള്ളൂ അല്ലേ. അപ്പോൾ എക്സ്പെൻസ് 30,000 ആണ്, ഇൻകത്തിന്റെ 20%, അതായത് 1,25,000 into 20%, അത് 25,000 ആണ്. വിച്ച് ഇസ് ലെസ്. അപ്പോൾ 25,000 എടുക്കാൻ പറ്റുള്ളൂ. സോ ബാക്കി 1 lakh ആയിരിക്കും IFOസിൽ ഡിവിഡൻഡ് ഇൻകത്തിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ ടാക്സബിൾ ആവുന്നത്. ഇൻട്രസ്റ്റ് ഫുള്ളി ടാക്സബിൾ ആണ്, വേറെ ഡിഡക്ഷൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. സോ വാട്ട് വിൽ ബി ദ ടോട്ടൽ ഇൻകം? 18,45,000. 12,80,000. ദാറ്റ് മീൻസ് 50% ഓഫ് 25,60,000. ദെൻ ഡിവിഡൻഡിന്റെ കേസ്, ഇതാണ് ഈ ക്വസ്റ്റ്യനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. ഈ ഒരു പ്രൊവിഷൻ മറക്കരുത് എന്നുള്ളതാണ്. മാക്സിമം 20% ഓഫ് ഇൻകം ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുക. അവിടെ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലെ കീ പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷെ മുന്നേ ഒക്കെ ഇത് MCQ ആയിട്ട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് തന്നെ അവർ ഒന്നും കൂടെ എടുത്ത് ചോദിച്ചതാണ്. 1 lakh. ദെൻ ഇൻട്രസ്റ്റ് ഇൻകം 4,65,000. ടോട്ടൽ 18,45,000. സോ ആ ഒരു ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ 3 A അല്ലേ? 3 ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. സോ ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് അതാണ്. മാക്സിമം
നമുക്ക് എക്സംഷൻ അല്ലെങ്കിൽ ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സ്പെൻസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന 20% ഓഫ് ദാറ്റ് ഇൻകം ആണ് എന്നുള്ള ആ ഒരു പ്രൊവിഷൻ ഓർത്തോളണം എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ നമ്പർ 4, അരുൺസ് ഗ്രോസ് ടോട്ടൽ ഇൻകം ഓഫ് പ്രീവിയസ് ഇയർ 2024-25 2,45,000 ആണ്. 2,45,000 ആണ് ഗ്രോസ് ടോട്ടൽ ഇൻകം. ഡെപ്പോസിറ്റ് 45,000 ഇൻ PPF, ഇലക്ട്രിസിറ്റി ബിൽ അഗ്രിഗേറ്റിംഗ് 1,20,000. വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ അയാൾക്ക് ഇൻകം ബേസിക് എക്സ്പെൻസിന് താഴെ ഉള്ളൂ അല്ലേ. Arun is not, first point, Arun is not required to file his return of income under section 139(1) since his total income before giving effective to deduction under section 80C does not exceed basic exemption limit. പറയാൻ പറ്റൂ ഇല്ല, കാരണം ഇവിടെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഓപ്ഷൻ എ നമ്മൾ അവിടെ സൈഡ് ആക്കുന്നു. ഓപ്ഷൻ ബി, Arun is not required to file his return of income since his electricity bill do not exceed 2 lakhs. അപ്പോൾ അല്ലെ, ഇലക്ട്രിസിറ്റി ബില്ലിനനുസരിച്ച് നമുക്ക് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലിമിറ്റ് വരുന്നുണ്ട്. അത് 1 lakh ആണെന്നുള്ളത് നമ്മൾ ഓർത്തോളണം. അപ്പോൾ ബേസിക് എക്സ്പെൻസ് ലിമിറ്റ് മാത്രം. അപ്പോൾ രണ്ടാമതും തെറ്റാണ്. 3, Arun is not required to file his return of income since either his total income before giving effective deduction under section 80C exceed basic expense limit, ഇലക്ട്രിസിറ്റി ബിൽ exceed 2 lakhs. രണ്ടും നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഡി, Arun is required to file return of income since his electricity bill exceed 1 lakh for the previous year 24-25. So 24-25 ഇലക്ട്രിസിറ്റിയുടെ ലിമിറ്റ് 1 lakh ആണ് പറയുന്നത്. അപ്പോൾ 1 lakh എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ റിട്ടേൺ ഫയൽ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ഫോർത്ത് വൺ ഓപ്ഷൻ ഡി അല്ലേ? യാ, ഫോർത്ത് വൺ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. ദിസ് ഈസ് MTP2. അപ്പോൾ MTP2 നമ്മൾ MTP ചെയ്യുന്നത് ഒന്ന് എക്സാമിന് എങ്ങനെ സ്ട്രക്ചർ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരിക്കലും ഇത് MTPയിലെ ക്വസ്റ്റ്യൻ എക്സാമിന് വരിക എന്ന ഉദ്ദേശത്തോടെ അല്ല, നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എന്നുള്ളതാണ്. ഒരിക്കലും ഈ ക്വസ്റ്റ്യൻ അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ഒന്നും ആയിരിക്കണം എന്നില്ല വരേണ്ടത്. അങ്ങനെ ഒരു എക്സ്പെക്ടേഷനോടെ അല്ല നമ്മളിത് ചെയ്യേണ്ടത്. ബട്ട് നമ്മൾ എല്ലാം ടാക്സ് മൊത്തം പഠിച്ചിട്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ എനിക്കിതെല്ലാം എൻ്റെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം ടെസ്റ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളിത് ചെയ്യുന്ന നമ്മൾ അതിനനുസരിച്ച് നമ്മുടെ റിവിഷൻ ഒന്നും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ MTP ചെയ്യേണ്ടത്. സോ RTP, MTP1, MTP2 ഈ മൂന്നിൻ്റെയും MCQയുടെ സൊല്യൂഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളത് യൂട്യൂബിൽ നിങ്ങൾക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഉത്തരം വന്നത് കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ എക്സാം അടുത്തിരിക്കുകയാണ്. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എക്സാം എഴുതുക. ഓൾ ദി ബെസ്റ്റ്. ബൈ.